അങ്ങനെ നമ്മുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞു, +2 ലൈഫ് കഴിഞ്ഞു. ഇനി നമ്മുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ കോളേജ് ലൈഫ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സ്ഥലത്ത് അല്ലെ, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ നേടണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചു തുടങ്ങിയവരുണ്ട്. ഇനി ആഗ്രഹം മാത്രമേ ഉള്ളൂ, പഠിച്ചു തുടങ്ങാത്തവരുമുണ്ട്. ആരായാലും CUT റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഡൗട്ടുകളാണ് ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കോമൺ ഡൗട്ടാണ്, CUT എക്സാം ഒക്കെ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ഇതിന്റെ സിലബസ്? NCERT ആണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ? എടാ ശ്രദ്ധിച്ച് കേൾക്കണേ, നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ, അതായത് നിങ്ങൾ ഈ +2 പഠിച്ച കുറെ സബ്ജക്റ്റുകളില്ലേ, അതുപോലുള്ള ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ ക്ലാസ് 12ന്റെ NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അവിടെ നമ്മൾ ബേസ് ആയി പഠിക്കേണ്ടത്. ഓക്കെ, സോ ഡൊമൈൻ സബ്ജക്റ്റുകൾക്ക് നിങ്ങളുടെ NCERT തന്നെയാണ്. എന്നാൽ ലാംഗ്വേജ് സബ്ജക്റ്റുകളും അതുപോലെ GAT എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ട്. ഇപ്പൊ ലാംഗ്വേജിന് ഒരു എക്സാമ്പിൾ എടുത്താൽ ഇംഗ്ലീഷ്, അതൊരു ലാംഗ്വേജ് സബ്ജക്റ്റ് ആണല്ലോ. അവിടെ നമുക്ക് ഇതാ പിന്നെ ഫാക്ച്വല്, നെറേറ്റീവ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വെർബൽ എബിലിറ്റി തുടങ്ങിയ ചെക്ക് ചെയ്യുന്ന വേറൊരു സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റുകൾ NCERT ബേസ്ഡ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ഡൗട്ടാണ്, അടുത്ത ഡൗട്ട്, GAT അല്ലെങ്കിൽ GATയുടെ സിലബസ് എന്തൊക്കെയാണ്? ദാറ്റ് മീൻസ് അവിടെ NCERT അല്ലെന്ന് നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ് സിലബസ്? അതുപോലെ ഈ GAT എന്ന് പറയുന്ന സാധനം കമ്പൽസറി ആയിട്ട് എഴുതണോ സാറേ? അതെല്ലാവരും എഴുതണോ? നമ്മൾ ഡൊമൈൻ മാത്രം എഴുതിയാൽ പോരെ? ഇതിനൊക്കെയുള്ള ആൻസർ എന്ന് പറയുന്നത് GAT എന്ന് പറയുന്നത് കമ്പൽസറി സബ്ജക്റ്റ് അല്ല. നോക്കൂ, GAT ഈസ് നോട്ട് എ കമ്പൽസറി സബ്ജക്റ്റ്. നമ്മളത് എപ്പോഴാണ് അപ്പൊ ചൂസ് ചെയ്യേണ്ട സാറേ? അത് നമ്മൾ എഴുതുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എടാ, ചില യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഒരു ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിങ്ങൾക്കൊരു ഇന്ന ഒരു ഡിഗ്രിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു BA എക്കണോമിക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു BCom ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറി ആ കോഴ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ ആണ് വേണ്ടത് നോക്കുമ്പോൾ അതിൽ ആര് ചിലപ്പോൾ ഉണ്ടാകും? GAT എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് GAT വേണ്ട ഏതെങ്കിലും ഒരു കോളേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ അത് എഴുതണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പം ഒരു സാധനം ഉണ്ട്, ഒരു സാധനം ഒരു സ്ഥലത്ത് എത്തണം, നിങ്ങൾക്ക് കറക്റ്റ് ഗോൾ ഉണ്ട്, അവിടെ GAT വേണ്ട, GAT ഇല്ലേലും അവിടെ കിട്ടും, GATന്റെ മാർക്ക് നോക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് GAT എഴുതണ്ട. പക്ഷെ GAT എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, GAT വേണ്ട ഒരു കോഴ്സ് എടുക്കുമ്പോൾ അതിനപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ GAT എക്സാം എഴുതിയിരിക്കണം. സോ ഗായ്സ്, ഇത് കമ്പൽസറി അല്ല, പക്ഷെ നിങ്ങൾ എടുക്കുന്ന കോഴ്സും കോളേജും നോക്കിയിട്ട് ഇതെന്ത് ചെയ്യും സാറേ? ഇത് ഓപ്ഷണൽ ആയിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ലത് ഇത് എഴുതുന്നതാണ്, കാരണം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ എന്താ ജനറൽ നോളജ്, കറന്റ് അഫയേഴ്സ്, ജനറൽ മെന്റൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് എൻവയോൺമെന്റൽ ലിറ്ററസി, റീസണിങ് തുടങ്ങിയിട്ടുള്ള അരിത്തമെറ്റിക്കും ആൾജിബ്രയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ എബിലിറ്റിയാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ GAT എക്സാം കമ്പൽസറി അല്ല, പക്ഷേ യു ഹാവ് ടു ചൂസ് GAT if the university requires. Okay guys, നെക്സ്റ്റ് നിങ്ങൾ ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടിലേക്ക് കിടക്കാം, എത്ര മാർക്കാണ് CUT ടോട്ടൽ ഉണ്ടാവുക? അതായത് ആ കുട്ടി, ഈ ചോദിച്ചിരിക്കുന്ന കുട്ടി 5 സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എത്ര മാർക്കിനാണ് ഉണ്ടാവുക? എടാ, ഒന്നും പറയാനില്ല, ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ 50 × 5 250 മാർക്കാണ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ 5 സബ്ജക്ട് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ എത്രയായും? 1250 ആയിരിക്കും അല്ലെ. പക്ഷെ ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് നിങ്ങൾ പരിഗണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും 250 മാർക്കിലാന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ അപ്പം 3 സബ്ജക്റ്റ് ആണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് ആകെ 750 മൊത്തം മാർക്കുള്ളൂ, ഒരു സബ്ജക്റ്റിന് 250 മാർക്ക് വെച്ചിട്ട് കേട്ടോ. അപ്പോ എത്ര മാർക്കിനാണെന്നുള്ള ഡൗട്ട് തീർന്നില്ലേ? ഓക്കെ, സോ നമുക്ക് കാണാം, ജനറലി മാർക്ക് ഔട്ട് ഓഫ് മാക്സിമം ഓഫ് 250 പെർ സബ്ജക്റ്റ് ആണ് വരിക കേട്ടോ. ഓരോന്നിനും 250 ആണ് വരിക കേട്ടോ. ഇനി ഈച്ച് കറക്റ്റ് ആൻസർ, ഓരോ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് 5 മാർക്ക് വെച്ച് കിട്ടും. ഓക്കെ, എന്നാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റിച്ചാലോ 1 മാർക്ക് നെഗറ്റീവ് പോകും. അപ്പൊ കറക്റ്റ് ആൻസറിന് 5, തെറ്റിച്ചാൽ 1 മാർക്ക് പോയി. ഓക്കെ ഗയ, യെസ് ഓക്കേടാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എടുത്ത എത്ര സബ്ജക്റ്റ് ആണോ അത്രയും സബ്ജക്റ്റ് 250 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കിട്ടി. ഇനി ഒരാൾ ചോദിച്ചേക്കുവാണ്, ഞാൻ ബയോ സയൻസ് ആണ്, അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പറ്റുമോ? അതായത് +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ല, ബയോളജി സയൻസ് എടുത്തത്, പക്ഷേ ആ കുട്ടിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് വേണം. പറ്റുമോ? യെസ് നിങ്ങൾക്ക് പറ്റും. കാരണം എന്താണെന്നറിയോ? BSc കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റി എക്സാമ്പിൾ എടുക്കാം കേട്ടോ. അവിടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്
എനി വൺ ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് എ. ഓക്കെ, ലിസ്റ്റ് എയിലെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. അപ്പൊ ലിസ്റ്റ് എയിൽ ഏതൊക്കെ ഇട്ട് നോക്കൂ, ഇതാ ഇത്രയും ലാംഗ്വേജ് ഉണ്ട് അല്ലേ, മലയാളവും ഇംഗ്ലീഷും അടക്കം ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ഇനി എന്താ അടുത്ത റിക്വയർമെന്റ്, മാത്തമാറ്റിക്സോ അപ്ലൈഡ് മാത്തമാറ്റിക്സോ. ഓക്കെ, മാത്തമാറ്റിക്സ് എന്തായാലും വേണം, മാത്തമാറ്റിക്സ് എന്തായാലും വേണം. ഇനി അടുത്ത എന്താ, എനി അതർ 2 സബ്ജക്ട് ഫ്രം ലിസ്റ്റ് ബി. ഇനി ഏതെങ്കിലും അഡീഷണൽ അല്ലെങ്കിൽ ഓക്കെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വേണം. പിന്നെ എന്താ വേണ്ടേ, മാത്തമാറ്റിക്സ് എന്തായാലും വേണം. പിന്നെ എന്താ വേണ്ടേ, ലിസ്റ്റ് ബിയിലെ ഏതെങ്കിലും 2 സബ്ജക്ട്. ലിസ്റ്റ് ബിയിൽ ഒരുപാട് സബ്ജക്ട് ഉണ്ട്, ഇതാ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി തുടങ്ങിയ ഒരുപാട് സബ്ജക്ട് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 സബ്ജക്റ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ. BSc കമ്പ്യൂട്ടർ സയൻസ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധാരണ സയൻസ് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ബയോളജി ബയോ സയൻസ് എടുത്തവർക്ക് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ ഇല്ലേ. അപ്പൊ നിങ്ങൾ ഈ CUT രജിസ്റ്റർ ചെയ്തപ്പോൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകില്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ, കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അടുത്തത്, ഐ വുഡ് ലൈക്ക് ടു പാസ് യുവർ കരിയർ ഇൻ പൊളിറ്റിക്കൽ സയൻസ് ഓർ ഇന്റർനാഷണൽ റിലേഷൻ. ഓക്കെ, ആ കുട്ടിക്ക് ഇന്റർനാഷണൽ റിലേഷൻസിലും പൊളിറ്റിക്കൽ സയൻസിലൊക്കെയാണ് താല്പര്യം. ഓക്കെ, അവരാകെ കൊടുത്തത് പൊളിറ്റിക്കൽ സയൻസും ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും മാത്രമാണ്. വേറെ ഓപ്ഷൻ ഒന്നും അവരെന്ത് ചെയ്തില്ല, CUT രജിസ്റ്റർ ചെയ്തപ്പോൾ എടുത്തില്ല. അപ്പം അത് ചോദിക്കുന്നത് ഒരു നല്ല യൂണിവേഴ്സിറ്റികളെ കിട്ടാനൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കൂ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എടുക്കാം. അവിടെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA ആയ പൊളിറ്റിക്കൽ സയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്ജക്ട് കോമ്പിനേഷൻ വേണ്ടത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും മാത്രമാണ്. ഓക്കെ, സോ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇംഗ്ലീഷും മാത്രം മതി അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ. പോണ്ടിച്ചേരി എടുക്കാം. പോണ്ടിച്ചേരി നിങ്ങൾക്ക് BA ഓണേഴ്സിൽ പൊളിറ്റിക്കൽ സയൻസ് എടുക്കണമെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഓർ സോഷ്യോളജി ഓർ ഹിസ്റ്ററി ഓർ GAT. സോ ഗൈസ്, നിങ്ങൾക്ക് അധികം ഒന്നും ഓപ്ഷൻസ് എഴുതിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ ഒരു കരിയറിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല നല്ല കോളേജ് കിട്ടുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനൊരു 2 എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സബ്ജക്റ്റ് ഒന്നും എടുക്കണമെന്ന് ഇല്ല. ഓക്കെ, ശരി. അടുത്ത എന്താ ഡൗട്ട്, CUT എക്സാം എങ്ങനെയാണ്? ഞാൻ 5 സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 എക്സാം പെർ ഡേ ആണോ, അല്ലെങ്കിൽ ഒരു സെഷൻ തന്നെ 5 സബ്ജക്ട് എക്സാം ഉണ്ടാവുമോ? നോർമലി ഓരോ സബ്ജക്റ്റുകളൊക്കെ ചിലപ്പോൾ എല്ലാം കൂടി ഒറ്റ ദിവസം ആവണമെന്നില്ല. ചിലപ്പോൾ 2 എക്സാം 2 പേപ്പർ വരാം, അല്ലെങ്കിൽ മിക്സ് ആയിട്ട് വരാം, അല്ലെങ്കിൽ 2-3 ദിവസങ്ങളായി നടക്കാം ഡിഫറൻറ്റ് സബ്ജക്ട്. അപ്പോൾ അതിന്റെ ടൈം ടേബിൾ വന്നാലാണ് കറക്റ്റ് ആയിട്ട് അറിയുക. അപ്പോൾ ടൈം ടേബിൾ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് നടത്താൻ സാധ്യതയില്ല. ഡിഫറെന്റ് ഡേയ്സിൽ ഡിഫറെന്റ് എക്സാം ആയിരിക്കും സാധ്യത. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സർ BSc അഗ്രികൾച്ചർ പഠിക്കാൻ CUT എക്സാം എഴുതിയാൽ മതിയോ? ഓക്കെ, നോക്കാം. BSc അഗ്രികൾച്ചർ ആണ് ആ കുട്ടിക്ക് പഠിക്കേണ്ടത്. ഞാൻ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട് ഏതൊക്കെയാണ്? ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് CUT എക്സാം എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് അഗ്രികൾച്ചർ പഠിക്കണമെങ്കിൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അഡ്മിഷൻ ടു BSc അഗ്രികൾച്ചർ ചെയ്യാം. അതിൽ സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് വേണ്ടത് ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് ബയോളജി ഓർ അഗ്രികൾച്ചർ ഓർ ബയോടെക്നോളജി. ഓക്കെ, ഇതാണ് അവിടെ സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് ചോദിക്കുന്നത്. ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, പിന്നെ ഈ 3 ഏതെങ്കിലും ഒന്ന് വേണം. ഇനി നിങ്ങൾക്ക് ഇതാ ഐക്കറിന്റെ ഒരു കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന്റെ ഒരു കൗൺസിലിംഗ് വഴിയാണ് അഡ്മിഷൻ എടുക്കുക. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, CUT എക്സാം എന്തായാലും എഴുതിയിരിക്കണം. ഇതാണ് മെയിൻ സബ്ജക്ട് കോമ്പിനേഷൻ ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിലും ബുദ്ധിമുട്ടില്ല. ഇനി CUT എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അടുത്ത ഒരാളുടെ ഡൗട്ടാണ്, മലയാളത്തിൽ എഴുതണമെന്ന്. മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? യെസ്, യു ക്യാൻ റൈറ്റ് CUT ഇൻ മലയാളം. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിൽ ഓൾസോ ബി പ്രൊവൈഡഡ്. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് മലയാളത്തിലടക്കം ഒരുപാട് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ പറ്റും. ആഫ്റ്റർ CUT റിസൾട്ട് നമ്മൾ സെപ്പറേറ്റ് ഓരോ യൂണിവേഴ്സിറ്റിക്കും ആപ്ലിക്കേഷൻ കൊടുക്കണമോ? സാധാരണ കഴിഞ്ഞ കൊല്ലമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. CUT എക്സാം വരുന്നു, നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും കൊടുക്കുമ്പോൾ നമ്മുടെ CUTയുടെ സബ്ജക്റ്റിന്റെ ഓരോ മാർക്ക് വെച്ച് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണ് നോർമലി നടക്കുക. എന്നാൽ ഈ വർഷം ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് റിസൾട്ട് വരാൻ കാത്തിരിക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. നമുക്ക് എന്താ പറയുക, സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫീസ് ഒക്കെ ആയിരിക്കും വരാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാം, ഇപ്പം നമ്മൾ എക്സാമിൽ ഫോക്കസ് ചെയ്യുക. ആഫ്റ്റർ എക്സാം നമുക്ക് അപ്പം നോക്കാം. ഇപ്പം നമ്മൾ നന്നായ രീതിയിൽ എക്സാമിൽ പോയി പഠിക്കുക, നല്ല രീതിയിൽ CUT മാർക്ക് മേടിക്കുക. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ എഡ്യൂപോർട്ടിൻ്റെ ബാച്ച് മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൈനൽ ബാച്ചും കൂടി, അതായത് ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ആവാത്തവർക്ക് വേണ്ടി ഫൈനൽ ബാച്ചും കൂടി, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 10-നാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇപ്പം
ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ കാണുന്ന ലിങ്കിൽ ഇപ്പൊ തന്നെ സമയം കളയണ്ട. ഓക്കെ, വേഗം രജിസ്റ്റർ ചെയ്തോളൂ. CUTക്ക് പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ലൈവുകളും നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഇതാ അവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മറക്കാതെ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. മറ്റൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ തൽക്കാലത്തേക്ക് ബൈ.